ഡോക്ടർ ശ്രീകല, ഇതിൻ്റെ രണ്ട് ഭാഗമുണ്ട്, വികസനവുമുണ്ട്, അതുപോലെ തന്നെ ക്ഷേമവുമുണ്ട്. ഇടതുപക്ഷ സർക്കാരുകൾ അതിൽ വളരെ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ അങ്കണവാടി ഹെൽപ്പർമാർ, ടീച്ചർമാർ ഇവരുടെയൊക്കെ കാര്യത്തിൽ നവംബറിന് ശേഷം വീണ്ടും ഒരു വർധനവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു സന്തോഷം മുഖത്ത് വന്നിട്ടുള്ളത് സർക്കാർ ജീവനക്കാർക്ക് ആയിരിക്കാം. പെൻഷൻകാർ അവരുടെ DA കുടിശ്ശികകൾ അത് മാർച്ചോടുകൂടി കൊടുത്തു തീർക്കുന്നു. ശമ്പള കമ്മീഷൻ 12ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് 3 മാസം ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ബജറ്റ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ഭാഗത്തെയും എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, വികസനവും അതുപോലെ ക്ഷേമവും? ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സർക്കാർ ജീവനക്കാരുണ്ട് എന്ന്, അല്ലെങ്കിൽ അതാണൊരു യാഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ടാവാം ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് അതാണ്, ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, അടുത്ത തവണ ഞങ്ങളാണ് വരാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ തലയിൽ വെക്കുകയാണ്. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, പക്ഷേ എങ്ങനെയാണ് ബഡ്ജറ്റിന് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ സമഗ്രമായിട്ട് പുരോഗതിയും വികസനവും ലക്ഷ്യമാക്കി വെക്കുന്നതാണ്. അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് രാഷ്ട്രീയമായ ചർച്ചകൾ വരേണ്ടത്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇതൊരു സ്റ്റേബിളാണ് പക്ഷേ ട്രാൻസ്ഫോർമേറ്റീവ് അല്ല എന്നതുപോലെയുള്ള ഒരു സമീപനമാണ് നമ്മൾ രാഷ്ട്രീയമായി എതിർക്കുന്നവരുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കുക. പക്ഷേ ഇത് അങ്ങനെയല്ല ഉണ്ടായത് എന്നുള്ളത് തന്നെ കേരളത്തിൻ്റെ ഒരു ദുസ്ഥിതിയെ, അതായത് ഈ രാഷ്ട്രീയമായ വിവിധ കക്ഷികൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ വികസനത്തെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൗർബല്യമാണ് ആ പത്രസമ്മേളനത്തിൽ എനിക്ക് കാണാൻ പറ്റിയത്. സർക്കാർ ജീവനക്കാർ തീർച്ചയായിട്ടും സന്തുഷ്ടരാണ്. FSCTയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഒട്ടും വൈകിയില്ല. അതെ, അല്ല, അത് നടപ്പിലാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആ സന്തോഷം അത്രമേൽ പ്രകടമാകുന്നത് എന്ന് കാണണം. അപ്പോൾ ക്ഷേമവും വികസനവും രണ്ടാണ് എന്ന കാഴ്ചപ്പാടല്ല ഈ സർക്കാരിനുള്ളത് എന്നാണ് പൊതുവിൽ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 10 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലും നയ രൂപീകരണങ്ങളിലും ഒക്കെ കാണുന്നത് വികസനവും ക്ഷേമവും രണ്ടല്ല എന്ന നിലയിൽ കാണുന്നു എന്നുള്ളതാണ്. സമഗ്രമായ പുരോഗതിയും ക്ഷേമവും കൂടി ചേരുന്നതാണ് വികസനം എന്ന നിലയിൽ കാണുന്നു. പശ്ചാത്തല സൗകര്യത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരവും മെച്ചപ്പെടണം എന്ന അർത്ഥത്തിൽ ആ നിലയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലൊരു പ്രധാന ഘടകമാണ്. ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് എല്ലാ കാലത്തും ജനങ്ങളെ, ഒരു സമൂഹത്തെ നിലനിർത്താൻ കഴിയില്ല. അപ്പോൾ അവിടെ തൊഴിലൊരു പ്രധാന ഘടകമാണ്. ജോബ് ക്രിയേഷൻ കാണുന്നില്ല എന്ന് സാർ പറയുമ്പോൾ ഞാൻ അവിടെ പോസിറ്റീവായിട്ട് കാണുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതൊന്ന് ഗ്ലോബൽ സ്കിൽ സ്കൂൾ വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നോളജ് ഇക്കോണമി മിഷൻ്റെ രൂപീകരണത്തിലൂടെ 20 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ തൊഴിലവസരങ്ങളിലേക്ക് നമ്മൾ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ തൊഴിലന്വേഷകരെ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേരളം മനസ്സിലാക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആ തൊഴിലിന് ആവശ്യമായിട്ടുള്ള സ്കില്ലിൻ്റെ കാര്യത്തിൽ നമ്മുടെ തൊഴിലന്വേഷകർ കുറച്ച് പുറകിലാണ്. അപ്പോൾ ഗ്ലോബൽ സ്കിൽ സ്കൂൾ വരുന്നു. മാത്രമല്ല, നോളജ് ഇക്കോണമി മിഷൻ്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ പറയുകയാണ്, പ്രാദേശികമായി നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് പഞ്ചായത്ത് തല സ്കിൽ സെൻ്ററുകൾ. വന്നിട്ടുണ്ട്, പഞ്ചായത്ത് തല സ്കിൽ സെൻ്ററുകൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും വികേന്ദ്രീകരിച്ചുകൊണ്ട് രവിരാമൻ സാർ പറഞ്ഞതുപോലെ തൊഴിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന നിലയിലേക്ക് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന വിധത്തിലല്ല. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, പിന്നെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന നിലയിലല്ല, പുതിയ തൊഴിലുകൾ വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ മനുഷ്യത്വം തുളുമ്പുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആ ഗിഗ് വർക്കേഴ്സിന് വിശ്രമ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് തന്നെ, അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ, സമയപരിമിതി കൊണ്ട് എല്ലാത്തിലേക്കും ഞാൻ പോകുന്നില്ല, മനുഷ്യത്വം തുളുമ്പുന്ന സമഗ്രമായിട്ടുള്ള സാമൂഹിക നീതിയും സാമൂഹിക ക്ഷേമവും കൂടി ചേർന്നതാണ് വികസനം എന്ന് വ്യക്തമാക്കുന്ന ബഡ്ജറ്റായിട്ട്